ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. വെൽക്കം ടു 123 അറ്റ് ഹാഷ്. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ചാനൽ നെയിമൊക്കെ മാറ്റി വീണ്ടും വന്ന് കേട്ടോ. അപ്പം ഇന്നിതാ ഒരു ഡേ മൈ ലൈഫ് എടുക്കാൻ ശ്രമിച്ചതാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അടുത്ത പ്രാവശ്യം പിന്നെ ഞാൻ റെഡിയാക്കി വന്നോളാം. തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ട് റെഡിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ നന്നാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മക്കളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ വിളിച്ചുണർത്തി. മോളുണ്ട് നിസ്കരിക്കുന്നു. ഇന്നിപ്പോൾ രണ്ടാൾക്കും സ്കൂളുണ്ട്, അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇന്നിപ്പം പുട്ടും ചിക്കൻ കറിയും ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ആ പരിപാടിയിലാണ്. പുട്ട് തകൃതിയായി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ ചിക്കൻ കറി ആവുന്നുണ്ട് കേട്ടോ. സ്കൂളിലുള്ള ദിവസം വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവും, അല്ലാത്ത ദിവസം 10 മണി ആയാലും ഞാൻ ഉണ്ടാക്കില്ല. അപ്പം എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പും 10-12 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. അപ്പം അപ്പോൾ അതാ വീണ്ടും ഞാൻ പുതിയ നെയിമൊക്കെ മാറ്റി വന്നതാട്ടോ. അങ്ങനെ കുഞ്ഞാവതാ ചായയൊക്കെ കുടിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായാണ്. തൊട്ട മുമ്പത്തെ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാട്ടോ. അപ്പം അവിടുത്തെ മോളും ഒരുമിച്ചാണ് പോവുക. ജ്യേഷ്ഠൻ കൊണ്ടാക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ. ചില ദിവസം ജ്യേഷ്ഠൻ കൊണ്ടാക്കും, അല്ലാത്ത ദിവസം ഒരു നടന്നങ്ങ് പോകും കേട്ടോ. നടക്കാനുള്ള ദൂരേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. മോള് 3rd പഠിക്കുന്നത്. അവർക്ക് സ്കൂളും മദ്രസൊക്കെ അവിടെ തന്നെയാണ്, അതുകൊണ്ട് 8:30 പോയാൽ മതി. മോന് 7th പഠിക്കുന്നത്. അവന് വേറെ സ്കൂൾ ബസ്സിലാണ് പോവുക. ഇവർ രണ്ടാളും പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി, ഞാൻ ജിമ്മ് പോകലുണ്ട് കേട്ടോ. ഓമശ്ശേരി പോകലുണ്ട് എന്ന് പറഞ്ഞാൽ 1 മാസങ്ങാനായിട്ടേ ഉള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. സംഭവം ഉഷാറാണ്. പിന്നെ ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ആയിട്ടാണ്. ആക്ച്വലി വീട്ടിലെത്തിയ ഭയങ്കര ക്ഷീണമാണ്. 2 മണിക്കൂർ കഴിയും ഒന്ന് സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ശാന്തി ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വീഡിയോ എടുക്കുന്നത് കണ്ട എൻ്റെ ട്രെയിനർ ഇപ്പോൾ പൊക്കൂട്ടോ, കാരണം ലേഡീസ് മാത്രമാണല്ലോ, അപ്പം വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി 1 മണിക്കൂർ ഫോണിലൊക്കെ കളിച്ച് കഴിഞ്ഞ് അതിന് ശേഷം കേട്ടോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ജിമ്മിൽ പോയി വന്നതിന് ശേഷം കേട്ടോ ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാം. പിന്നെ രാവിലെ ചോറ് വെച്ചേക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ചോറ് അങ്ങ് വെച്ചേക്കും, കാരണം വന്ന് കഴിഞ്ഞ് എൻ്റെ റെസ്റ്റും കാര്യങ്ങളും പിന്നെ അടിച്ചു വാരലും തൊടുക്കലും പാത്രം കഴുകലും അലക്കലൊക്കെ കൂടി കഴിയുമ്പോഴത്തേനും മക്കൾ സ്കൂളിട്ട് വരാനാവും. അപ്പം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് പഠിക്കുക, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതുക. ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ പണികളൊക്കെ നടക്കട്ടെ. എനിക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, പൊതുവേ സംസാരിക്കാൻ മടിയാട്ടോ.
അലക്കാനുള്ള ഡ്രസ്സ് ഞാൻ കുറച്ച് മെഷീനിലിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ എനിക്ക് കല്ലുമ്മൽ ഒരുതി തിരുമ്പിയാൽ മാത്രമേ അങ്ങോട്ട് വൃത്തിയായി കിട്ടൂ കേട്ടോ. കാരണം മോൻ്റെ ഡ്രസ്സിലൊക്കെ നല്ലോണം ചളി ഉണ്ടാവും, ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നതുകൊണ്ട് അങ്ങനെ മെഷീനിലിട്ട് അപ്പോൾ തന്നെ വെള്ളം കുറവായി തോന്നിട്ടോ. അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടപ്പോൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു പുകയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. ഇത് ജ്യേഷ്ഠൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്. അപ്പം അവിടേക്ക് വന്നാണ്. പിന്നെ കുതിർത്തിടുകയാണ് മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ. പിന്നെ ഉപ്പനെ വിളിച്ചിട്ടുണ്ട് മോട്ടറിൻ്റെ സ്വിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഞാൻ വാവിച്ചി നാട്ടോ വിളിക്കല്. അപ്പം ഇതാണ് എൻ്റെ വാവിച്ചി വന്നു കഴിഞ്ഞിട്ട് മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ റെഡിയാക്കി തന്ന്. സ്വിച്ച് എന്തോ ലൂസ് കണക്ഷൻ എന്തോ ഇങ്ങോട്ട് കത്തിപ്പോയതാണ്. അപ്പം സ്വിച്ചൊക്കെ മാറ്റി വെച്ച് തന്ന് വെള്ളമൊക്കെ അടിച്ച് അതിനുശേഷം ഞാനിതാ മോന് സ്കൂളിട്ട് വന്ന് അവന് ട്യൂഷനുണ്ട് മലയമ്മ തൊട്ടടുത്തുണ്ട്. അപ്പം ട്യൂഷന് വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റ ബൈ ബൈ.